നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. മാതൃകയായി തായംകുളങ്ങര BMS ഓട്ടോ തൊഴിലാളി യൂണിയൻ. ചേർപ്പ് സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസിനായി 10 ലിറ്റർ ഡീസൽ സംഭാവനയായി നൽകി പ്രവർത്തകർ. തൃപ്രയാർ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നു. കൊല്ലം സ്വദേശി ജിബിൻ രാജേന്ദ്രന്റെ കാറാണ് ഭാഗികമായി തകർന്നത്. ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് സംഭവം. പരശുറാം എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് ലഭിച്ചിട്ട് 10 വർഷം. കേക്ക് മുറിച്ച് ആഘോഷമാക്കി പാസഞ്ചേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. തുടർന്ന് ശ്രീകുമാർ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. 11 മുതൽ പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു. തായംകുളങ്ങര BMS ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചേർപ്പ് സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസിനായി 10 ലിറ്റർ ഡീസൽ സംഭാവനയായി നൽകി. BMS ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് AR രാഗേഷ് ഡീസൽ സേവാഭാരതി സെക്രട്ടറി കരുമന പ്രകാശിന് കൈമാറി. EV ബാബു, ജിജി പെരുവനം, PG സുരേഷ്, MR രാജൻ, KA അനൂപ്, TJ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. തൃപ്രയാർ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നു. കൊല്ലം സ്വദേശി ജിബിൻ രാജേന്ദ്രന്റെ കാറാണ് ഭാഗികമായി തകർന്നത്. ബുധനാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. നടൻ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള വിസ്മയാസ് സ്റ്റുഡിയോയിലെ ജീവനക്കാരനാണ് ജിബിൻ. ആകാന്നൂർ എന്ന പുതിയ സിനിമയുടെ ജോലിക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ തൃപ്രയാറിലെത്തിയ ജിബിൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഗ്രൗണ്ടിലാണ് കാർ പാർക്ക് ചെയ്തത്. രാവിലെ ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നത് കാണുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടിക ഫയർഫോഴ്സും വലപ്പാട് പോലീസും ചേർന്ന് വടം കെട്ടി ഉയർത്തി മരക്കൊമ്പ് മുറിച്ചു മാറ്റി. ചാവക്കാട് ഒരുമനയൂർ മൂന്നാംകല്ലിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കിടക്ക ഭാഗികമായി കത്തിനശിച്ചു. മൂന്നാംകല്ല് സ്വദേശി പാറാട്ട് വീട്ടിൽ കാസിമിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. കാസിമിന്റെ മകൻ മുഹമ്മദ് ഫഹീമിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഫോൺ അടുത്തുവെച്ച് ഫഹീം ഉറങ്ങുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശബ്ദം കേട്ട ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫഹീം എഴുന്നേറ്റതോടെ മുറിയിൽ പുക നിറഞ്ഞതാണ് കണ്ടത്. ശബ്ദം കേട്ട വീട്ടിലുണ്ടായിരുന്നവരും മുറിയിലെത്തി. പിന്നീട് വെള്ളമൊഴിച്ച തീ അണയ്ക്കുകയായിരുന്നു. പൊട്ടിത്തെറിയിൽ കിടക്ക ഭാഗികമായി കത്തിയ നിലയിലാണ്. ഫോൺ പൊട്ടിത്തെറിച്ചതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. ചേർപ്പ് പഞ്ചായത്ത് 19-ാം വാർഡിൽ സ്മാർട്ട് അംഗൻവാടി സമർപ്പിച്ചു. MP ഫണ്ടിൽ നിന്നും 25 രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത്. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 9 കുട്ടികളുണ്ടോ അംഗൻവാടിയിൽ? സ്മാർട്ട് അംഗൻവാടി ആകുമ്പോൾ എയർ കണ്ടീഷൻ അംഗൻവാടി കൂടിയായി മാറുകയാണ്. അതുകൊണ്ട് ഇനി അംഗൻവാടിയിൽ കുട്ടികളുടെ എണ്ണം കൂടും. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇവിടെ ഉള്ളവർ ഇനി പ്രസവമൊന്നും നിർത്തണ്ട. നിങ്ങൾക്ക് എത്ര മക്കൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ആ മക്കളൊക്കെ നോക്കാനും സംരക്ഷിക്കാനും ഇവിടെ സ്മാർട്ടായ അംഗൻവാടി ഉണ്ട്. അതുകൊണ്ട് ഈ സ്മാർട്ട് അംഗൻവാടിയിൽ കുട്ടികൾ ഇനി കൂടട്ടെ എന്ന് ആദ്യമായി ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാനും ആശിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുട്ടികൾ കുറയരുത്. കുട്ടികൾ എത്രയും വേണമെങ്കിലും കുട്ടികളെ ഈ കാലത്താണെങ്കിൽ 1 കുട്ടി 2 കുട്ടിയൊക്കെ കാലം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ആസ്തി രജിസ്റ്റർ ചെയ്ത് തരുന്നതിനുള്ള അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് ഞങ്ങളുടെ ഈ ഭരണസമിതിക്കാണ്. വളരെയധികം സന്തോഷമുണ്ട്. 5 സെന്റ് സ്ഥലം, അതും ഇത്രയും നല്ലൊരു ഏരിയയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ ഭൂമി ഞങ്ങളുടെ മൺമറഞ്ഞു പോയ രക്ഷിതാക്കളുടെ ഓർമ്മയ്ക്കായി ഒരു അംഗൻവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുതന്ന ശ്രീകുമാരേട്ടനും മിനിച്ചേച്ചിയെയും ഈ വേദിയിൽ പ്രത്യേകം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. പഞ്ചായത്ത് അംഗം
ധന്യ സുനിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഭൂമി ദാനം ചെയ്ത മിനി രാമനെ മൊമെന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച കരാറുകാരൻ അഖിലിനെയും ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേശ്, അനിത അനിലൻ, പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സുനിൽ, EV ഉണ്ണികൃഷ്ണൻ, PS വനജ, KB പ്രജിത്ത്, ജയ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, സിനി പ്രദീപ്, CDPO C പ്രീത, ഷമീന, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പുഷ്പലത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പരശുറാം എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് ലഭിച്ചിട്ട് 10 വർഷം. കേക്ക് മുറിച്ച് ആഘോഷമാക്കി പാസഞ്ചേഴ്സ് അസോസിയേഷൻ. നാഗർകോവിൽ മംഗലാപുരം പരശുറാം എക്സ്പ്രസുകൾക്ക് പുതുക്കാട് സ്റ്റോപ്പ് ലഭിച്ചിട്ട് ഫെബ്രുവരി 21-ന് 10 വർഷം തികയുന്നു. വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കേക്ക് മുറിച്ച് ആഘോഷമൊരുക്കിയത്. സ്റ്റേഷൻ മാസ്റ്റർ KO ജിൻസി കേക്ക് മുറിച്ച് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ, സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ കേക്കുകൾ വിതരണം ചെയ്തു. MS കൃഷ്ണപ്രസാദ്, TR ഗിരീഷ്, രാഘവ് കുമാർ ഝാ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. 10ാം വാർഷിക ദിനത്തിൽ ഇരുദിശകളിലേക്കുള്ള പരശുറാം എക്സ്പ്രസുകൾ ഒരുമിച്ചെത്തിയത് യാത്രക്കാർക്കും കൗതുകമായി. 2014 ഫെബ്രുവരി 21-ന് അന്നത്തെ തൃശൂർ MP PC ചാക്കോയുടെ ശ്രമഫലമായി കേന്ദ്ര റെയിൽവേ മന്ത്രി മല്ലികാർജ്ജുന ഖാർഗെയാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. കഴിഞ്ഞ 10 വർഷമായി റിസർവേഷൻ അടക്കം മികച്ച വരുമാനവും പുതുക്കാട് നിന്ന് ലഭിക്കുന്നുണ്ട്. ജനറൽ കോച്ച് കൂടുതലുള്ളതിനാൽ കുറഞ്ഞ ചിലവിൽ നാഗർകോവിൽ, കോട്ടയം, എറണാകുളം, ഷൊർണൂർ, കോഴിക്കോട്, മംഗലാപുരം റൂട്ടിൽ പുതുക്കാട് നിന്ന് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട്. 10ാം വാർഷികത്തോടനുബന്ധിച്ച് പരശുറാമിന്റെ കേരളത്തിലെ എല്ലാ സ്റ്റോപ്പുകളെ പറ്റിയും പുതുക്കാട് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി വർദ്ധിച്ച സ്വർണ്ണവില കഴിഞ്ഞ ദിവസമായിരുന്നു കുറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട് 200 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 46,080 രൂപയായി. ഗ്രാമിന് 25 രൂപയാണ് വർദ്ധിച്ചത്. 5,760 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 440 രൂപയിലധികമാണ് 1 പവൻ സ്വർണത്തിന് കൂടിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്തിക്കാട് ഏരിയ കൺവെൻഷൻ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അരുന്ധതി സത്യൻ അധ്യക്ഷത വഹിച്ചു. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് സംഖ്യ പുനഃപരിശോധിക്കണമെന്നും പ്രസവ ധനസഹായം ഒറ്റത്തവണയായി നൽകണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി KA ജോയ്, ട്രഷറർ നിമ്മി പുഷ്കരൻ, ഉഷ സുന്ദരൻ, ജിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃത്തല്ലൂർ UP സ്കൂളിന്റെ 97ാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് KS ദീപൻ മാസ്റ്ററുടെ യാത്രയയപ്പും നടന്നു. മന്ത്രി K രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനത്തിൽ A+ കിട്ടണമെന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ തൃത്തല്ലൂരിനെ പോലെ PTA പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിയുന്ന കണക്ക് കൂട്ടി നോക്കുമ്പോൾ 97 വർഷം പൂർത്തീകരിച്ച ഒരു മുത്തശ്ശി വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് 3 വർഷം കണക്കിൽ ബാക്കിയുള്ള ശതാബ്ദി ആഘോഷങ്ങളുടെ നിറവിലേക്ക് പോകാവുന്ന ഒരു അക്ഷര മുത്തശ്ശിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് നമുക്ക് SSLCക്കും +2നും മാത്രം A+ കിട്ടുന്ന കുട്ടികളെ സൃഷ്ടിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം ആത്മാവിനോട്, ഹൃദയത്തിനോട്, മനസ്സിനോട്, മനുഷ്യനോട് ചോദിച്ചാൽ എന്റെ പക്ഷം കേവലം SSLCക്കും +2നും A+ കിട്ടുന്ന കുട്ടികളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ ഉപരിയായി നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ ലക്ഷ്യം ജീവിതത്തിൽ A+ നേടുന്ന കുട്ടികളെ സൃഷ്ടിക്കുക എന്നതിലാകണം. ആ A+ ആണ് നമ്മുടെ സമൂഹം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് SSLCക്കും +2വിനേക്കാളും ഉപരിജീവിതത്തിൽ A+ നേടുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുകയാണ് നിലവിലെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വിരമിക്കുന്ന KS ദീപൻ മാസ്റ്റർക്കുള്ള ഉപഹാരവും മന്ത്രി സമർപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി വാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ്, PTA പ്രസിഡന്റ് AA ജാഫർ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, മുൻ പ്രധാനാധ്യാപികമാരായ K ജയവല്ലി, CP ഷീജ എന്നിവർ സംസാരിച്ചു. വിവിധ എൻഡോമെന്റുകൾ, USS, സംസ്കൃത, അറബിക് സ്കോളർഷിപ്പുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു.
ദേശീയപാത പെരിഞ്ഞനം കൊറ്റംകുളത്ത് മിനി ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് കശുവണ്ടിയുമായി പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ഡ്രൈവറും സഹായിയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. മാതൃകയായി തായംകുളങ്ങര BMS ഓട്ടോ തൊഴിലാളി യൂണിയൻ. ചേർപ്പ് സേവാഭാരതിയുടെ ആംബുലൻസ് സർവീസിനായി 10 ലിറ്റർ ഡീസൽ സംഭാവനയായി നൽകി പ്രവർത്തകർ. തൃപ്രയാർ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നു. കൊല്ലം സ്വദേശി ജിബിൻ രാജേന്ദ്രന്റെ കാറാണ് ഭാഗികമായി തകർന്നത്. ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് സംഭവം. പരശുറാം എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് ലഭിച്ചിട്ട് 10 വർഷം. കേക്ക് മുറിച്ച് ആഘോഷമാക്കി പാസഞ്ചേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.